ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തേ ഇല്ല. ഈവൻ ഇപ്പോൾ ടൂറിസ്റ്റ് ഫാമിലി കൂടെ റിലീസായിട്ട് അതിൻ്റെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട എല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ടു. കുറേ കാലം കൂടിയിട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു പടം തിയേറ്ററിൽ കണ്ടിറങ്ങുന്ന ഒരു സിനിമയാണ് എനിക്ക് ടൂറിസ്റ്റ് ഫാമിലി. പറയാൻ വന്ന കാര്യം അതല്ല. ഈവൻ ഇപ്പോൾ ടൂറിസ്റ്റ് ഫാമിലി കൂടെ വന്ന് ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോൺ റോൾഡൻ്റെ കാര്യമാണ്. ഷോൺ റോൾഡൻ്റെ പേര് കണ്ട ആ പടങ്ങളൊക്കെ നല്ല സിനിമകളായിട്ടുണ്ട്. ഈ റീസെൻ്റ്ലി വന്ന എല്ലാ സിനിമകളും. പറയാൻ വന്നത് എന്താ വെച്ചാൽ പവർ പാണ്ടിയും മുണ്ടാസ് പെട്ടിയും. ഈ രണ്ട് പടങ്ങളാണ് ഷോൺ റോൾഡൻ മ്യൂസിക് ചെയ്തേക്കണ. നമ്മൾ എന്തായാലും കണ്ടിരിക്കേണ്ട രണ്ട് സിനിമകളാണ്. പോസിബിളി അധികം വിസിബിലിറ്റി കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് സിനിമകളും കൂടിയാണ് ഈ മുണ്ടാസ് പെട്ടിയും പവർ പാണ്ടിയും. ഈവൻ പവർ പാണ്ടി ധനുഷിൻ്റെ ഡെബ്യൂ ഡയറക്ടോറിയൽ പരിപാടിയും കൂടിയാണ്. ധനുഷ് ഡയറക്റ്റ് ചെയ്തെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് റായലിലൊരു എക്സ്പെക്റ്റേഷൻ ഫസ്റ്റ് ഡേ മോർണിംഗ് ഷോ പടത്തിന് പോകാനൊക്കെ ഉണ്ടായ കാരണം വരെ. ആളുടെ ഡെബ്യൂ ഡയറക്ടോറിയൽ ഷോൺ റോളിൻ്റെ മ്യൂസിക് ചെയ്തേക്കണം പവർ പാണ്ടിയും, ഷോൺ റോളിൻ്റെ മ്യൂസിക് ചെയ്തേക്കണം മുണ്ടാസ് പെട്ടി. മുണ്ടാസ് പെട്ടിൻ്റെ ഡയറക്ടറുടെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല, എന്നോട് ക്ഷമിക്കണം. അത് വലിയൊരു മിസ്റ്റേക്കാണ്. പക്ഷെ നമ്മളങ്ങനെ പ്രിപ്പയർഡ് അല്ലാതെ ചെയ്യുന്ന കാരണം സിനിമയാണ് എൻഡ് ഓഫ് ദ ഡേ എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ സിനിമ ആളുകളിലേക്ക് ഇനി എത്തട്ടെ എന്നുള്ളൊരു സംഭവത്തിലാണ് സിനിമയുടെ പേര് മാത്രം പറയുന്നത്. ഷോൺ റോളിൻ്റെ മ്യൂസിക് ചെയ്ത് അധികം പേരിലേക്ക് എത്താത്ത നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സത്യമല്ലേ? സത്യമാണ്, സത്യമാണ്. മുണ്ടാസ് പെട്ടി ഒരു കിള്ളം പടമാണ്. ഒരു പീരിയോഡിക് റൊമാൻറ്റിക് കോമഡി. പക്ഷേ പീരിയോഡിക് എന്നുള്ള സാധനം കാണുമ്പോൾ മുഖം ചൊല്ലിയേണ്ട കാര്യമൊന്നുമില്ല. അതിൽ റൊമാൻറ്റിക് കോമഡിയാണ്, റൊമാൻസ് ആണ് അതിൽ. പിന്നെ അതേ മ്യൂസിക് ഷോൺ റോൾഡൻ ആണല്ലോ. അതിൽ മ്യൂസിക് അടിപൊളിയാണ്. പവർ പാണ്ടിയിലെ മ്യൂസിക്കും അടിപൊളിയാണ്. പവർ പാണ്ടി സിനിമ അടിപൊളി സിനിമയാണ്. പുതുമുഖങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനായിട്ട് ഷോൺ റോൾഡൻ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അനിരുദ്ധിൻ്റെ എക്സ്പെൻസ് നമുക്കറിയാവുന്നതാണ്, എയർമൻ്റെ എക്സ്പെൻസ് നമുക്കറിയാവുന്നതാണ്, അവരുടെയൊക്കെ എക്സ്പെൻസ് നമുക്കറിയാവുന്നതാണ്. അവരിലേക്ക് എത്തപ്പെടാൻ പറ്റാതെ ബഡ്ജറ്റിൻ്റെ പ്രശ്നം കാരണമോ അവരിലേക്ക് എത്തപ്പെടാൻ പറ്റാത്തത് കാരണമൊക്കെ ആയിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന നല്ല സിനിമകൾ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ആളുകൾ ഷോൺ റോൾഡനിലേക്ക് എത്തുന്നുണ്ട്. ഷോൺ റോൾഡൻ ഓപ്ഷൻസ് കുറേ ഉണ്ടാവുമായിരിക്കും, നല്ല കുറേ ഓപ്ഷൻസ് ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ബെറ്റർ ആയിട്ടുള്ള നല്ല സിനിമകളാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റവർക്കൊക്കെ സ്റ്റാർ പരിപാടികൾ മാത്രം വർക്കൗട്ട് ചെയ്യുന്ന കാരണം അവർക്ക് വേറെ ഒന്നിലും ഒരു ഓപ്ഷൻസ് പരിപാടികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഷോൺ റോൾഡൻ കുറേ നല്ല പുതിയ ആൾക്കാർ കിട്ടുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോൺ റോൾഡൻ്റെ പടങ്ങൾ ഇപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി പടങ്ങളാവുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നുള്ളതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. അപ്പം പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ എൻഡ് ഓഫ് ദ വീഡിയോ കഥാസാരം മുണ്ടാസ് പെട്ടി, പവർ പാണ്ടി. ഷോൺ റോൾഡൻ മുൻപ് മ്യൂസിക് ചെയ്തേക്കുന്ന രണ്ട് നല്ല സിനിമകളാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ഞാൻ ചോദിക്കുന്ന പല ആൾക്കാരും ഇത് കണ്ടിട്ടില്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് ഇത് കണ്ടിട്ടുള്ളൂ. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക. നല്ല സിനിമയാണ്. അപ്പോൾ ഇനി എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട്? അത് വിട്, അത് പോട്ടെ. ഈ പടം കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള മൂവീസ് പ്രിഫർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, നല്ല മൂവീസ് കാണാൻ പ്രിഫർ ചെയ്യാത്ത ആൾക്കാർ ആരാ ഉള്ളത്? നിങ്ങൾ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ മതി കേട്ടാ. കുറച്ചുകൂടെ മതിയല്ലോ. മുണ്ടാസ് പെട്ടി, പവർ പാണ്ടി പോയി.